അവൻ്റെ വേദനകളും കഷ്ടപ്പാടും ത്യാഗവും അത് മരണത്തോളം ചെന്നെത്തുന്ന ഒരു കാൽവറി അനുഭവമൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ രക്ഷാപദ്ധതിയുടെ അടിത്തറ സ്ഥാപിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബം, തിരുകുടുംബം എന്നുള്ളതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് പല സന്ദർഭങ്ങളിലൂടെയും സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പലപ്പോഴും അല്പമെങ്കിലുമൊക്കെ വിസ്മരിക്കപ്പെടുന്ന ഒരു നാമധേയമാണ് വിശുദ്ധനായ യോസേഫിൻ്റേത്. നീതിമാനായ യോസേഫ്. യോസേഫ് അധികമൊന്നുമല്ല, ഒന്നും തന്നെ സുവിശേഷ ഭാഗങ്ങളിൽ വിശുദ്ധ കേന്ദ്രത്തിൽ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അദ്ദേഹം എപ്പോഴും ദൈവാനുഭവമുള്ള, ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് അതിന് മറുപടി നൽകുന്ന, ജീവിതത്തിലൂടെ മറുപടി നൽകുന്ന, തീരുമാനങ്ങളിലൂടെ മറുപടി നൽകുന്ന ഒരു നീതിമാനായ പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. അനേക സന്ദർഭങ്ങൾ ഉണ്ട്, അതൊന്നും ഓർത്തെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അപ്പോൾ കൂടുതൽ സമയമെടുക്കേണ്ടതായിട്ട് വരും. യോസേഫിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നതെല്ലാം ഉറക്കത്തിലാണ്, ഡീപ് സ്ലീപ്പ്. ഇന്ന് ഡീപ് സ്ലീപ്പൊക്കെ കിട്ടുന്ന എത്ര ആൾക്കാരുണ്ട് എനിക്കറിയില്ല, എനിക്ക് കിട്ടുന്നില്ല. എന്തായാലും നല്ല ഉറക്കം ഇത്രയും വലിയ ഒരു യാത്രയിൽ, അതും മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തകൾക്കും ഒക്കെ അതീതമായിട്ടുള്ള ഒരു യാത്രയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ദൈവം പറയുന്നത്, കൽപ്പിക്കുന്നത് അതുപടി അനുസരിക്കുന്ന മൗനത്തിലൂടെ, സ്വപ്നത്തിലൂടെ ദൈവ താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു തിരു കുടുംബത്തിൻ്റെ നാഥനെ കുറിച്ചാണ്, ഒരു വളർത്തപ്പനെ കുറിച്ചാണ് വീണ്ടും ഇന്നത്തെ സുവിശേഷ ഭാഗം ചർച്ചയ്ക്കെടുക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് യേശുവിൻ്റെ പിറവിക്ക് ശേഷമുള്ള കുടുംബജീവിതത്തിൽ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ദൈവം മനുഷ്യനായി വന്നു. ഒരു സാധാരണ കുടുംബത്തിൻ്റെ മുഴുവൻ സംഘർഷങ്ങളും അനുഭവിച്ച ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും ഒരു ദിവസം യാത്ര തിരിക്കുമ്പോൾ മാത്രമാണ് മകൻ കൂടെയില്ല എന്നുള്ള കാര്യം അറിയുന്നത്. യെരൂശലേമിൽ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു, കൂട്ടുകാർ കൂടെ ഉണ്ടാകാമെന്ന് കരുതി. അവിടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉത്തരവാദിത്വ ബോധമില്ലായ്മയെ കുറിച്ചൊക്കെ ചിലരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ നഷ്ടപ്പെടൽ വളരെ വേഗം സംഭവിക്കുന്ന ഒന്നാണ്. നഷ്ടപ്പെടൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഒരു പക്ഷെങ്കിൽ പെട്ടെന്നായിരിക്കും നഷ്ടപ്പെടുന്നത്. പിന്നെ അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിൽ ദിവസങ്ങളെടുക്കും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. യോസേഫും മറിയാമും എല്ലായിടത്തും തിരക്കി, പക്ഷേ കണ്ടുകിട്ടിയില്ല. അവസാനം ചെന്നെത്തിയത് ദൈവാലയത്തിൽ തന്നെയാണ്. ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നഷ്ടങ്ങൾ വളരെ പെട്ടെന്നായിരിക്കും, എന്നാൽ അവിടെയെല്ലാം ഒരു ദൈവാനുഭവമുള്ള, ജീവിതത്തിൽ വളരുവാനുള്ള ഇച്ഛാശക്തിയും, എങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞാലും ദൈവസന്നിധിയിൽ, ദൈവാലയത്തിൽ, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ, അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാമെന്നുള്ളതായ ഒരു ആത്യന്തികമായ വിചാരം, ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളത് വളർച്ചയുടെ ഘട്ടത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ദൈവശബ്ദം കേൾക്കുന്ന കുടുംബനാഥനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. കർത്താവിന്റെ ദൂതൻ വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ഇവിടെ യോസേഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ പ്രഭാഷണങ്ങളൊന്നും നടത്തുന്നില്ല. മറിയാമിനെ സംബന്ധിച്ച് മറിയാം ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഗബ്രിയേൽ മാലാഖയുമായിട്ടുള്ള സംവാദത്തിൽ മറിയാം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതല്ലാതെ കൂടുതലായിട്ടൊന്നും തന്നെയില്ല. എന്നാൽ ആ വളരെ ചെറിയ പാട്ടിൽ തന്നെ കർത്താവിൻ്റെ വരവിനെ വഴിയൊരുക്കുന്ന രീതിയിലുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും, ലിബറേഷൻ തിയോളജി, അതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ യോസേഫിനെ സംബന്ധിച്ചിടത്തോളം നീതിമാനായ യോസേഫ് എവിടെയും ഒന്ന് മിണ്ടി കേൾക്കുന്നതായി നമ്മൾ കാണുന്നില്ല. നിശബ്ദതയിൽ
ദൈവശബ്ദം കേൾക്കുന്ന ഒരു പിതാവ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നമ്മുടെ ഇന്നത്തെ ശബ്ദമലീമസമായ തിരക്കുള്ള നമ്മുടെ ഇന്നിൻ്റെ ജീവിതത്തിൽ. പ്രസംഗങ്ങളിലല്ല, അത്ഭുതങ്ങളിലുമല്ല, നിശബ്ദമായ അനുസരണയിലേക്ക് നമുക്ക് എങ്ങനെ നടന്നടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് നമ്മുടെ സാധാരണ ജീവിതത്തിലെ ഒരു ചിന്തയ്ക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു സ്പീഡ് ലൈഫാണ് ന്യൂയോർക്കിലേക്ക് പോലെ നമ്മുടെ ബോംബെയിലുമൊക്കെ. ഉറക്കമില്ലാത്ത അല്ലെങ്കിൽ ഉറങ്ങാത്ത പട്ടണം എന്നൊക്കെ ഇതേക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന, വളരെ വേഗത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനായിട്ട് ഓടുന്ന ഒരു സംസ്കാരമാണ് ഇങ്ങനെയുള്ള സിറ്റീസ് ലൈഫിലൊക്കെ എല്ലാവരുമൊക്കെ ബന്ധപ്പെട്ടു പോകുന്നത്. ഇന്ന് പല കുടുംബനാഥന്മാരും പല കുടുംബിനികളും യഥാർത്ഥത്തിൽ ജോലിയുടെ സമ്മർദ്ദമുണ്ട്. ടാർഗറ്റ്സ് ഒക്കെ പൂർത്തിയാക്കണം. ഉദ്യോഗസ്ഥലത്തെ ജോലി കൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ജോലിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഒഴിഞ്ഞുള്ള സമയമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ there is no time for family. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ ബാവയ്ക്ക് എങ്ങനെ പറഞ്ഞാൽ മതി, കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകണ്ടേ, അതിന് പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ് നിങ്ങൾക്ക് പറയാം. എന്നിരുന്നാലും you have to think about a time for family, constructive, creative time for family. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളൊക്കെ ഈ വളർന്നു വരുന്ന പ്രായത്തിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മറ്റൊരു ചിന്തയാണ് ബെറ്റർ ലൈഫ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, കുറച്ചുകൂടി കൂടി മാന്യമായ ജീവിതം, കുറച്ച് പണമൊക്കെ ഉണ്ടാക്കണം, നല്ല വീടൊക്കെ വേണം. ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വരുന്നതിന് പല വീടുകൾ വേണം, നല്ല കാറ് വേണം, അങ്ങനെ നല്ല കാറുകൾ വേണം, മക്കളുടെ കാര്യം, അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ വലിയ സമ്മർദ്ദത്തിലും വലിയ ചിന്തകളിലുമൊക്കെയാണ്. ഇവിടെ എവിടെയാണ് നിശബ്ദതയ്ക്ക് സ്ഥാനമുള്ളത്? പരിമളത്തിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. When you pray to God, you are talking to God. When you meditate in silence, God is talking to you. ഈ ഒരു നിശബ്ദതയ്ക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ പലരും രോഗികളായിട്ടൊക്കെ മാറിയിരിക്കുന്നത്. ഇന്ന് അസുഖമല്ല എല്ലാവർക്കും. ഈ അസുഖം ഒരു പരിധിവരെ മാനസിക സമ്മർദ്ദം കൊണ്ടൊക്കെയാണ് ഈ അസുഖങ്ങൾ പലതും വരുന്നത്. നല്ല ഒരു മനസ്സ്, ശാന്തമായ ഒരു മനസ്സുണ്ടെങ്കിൽ ശരീരവും അങ്ങനെ ശാന്തതപ്പെട്ടു പോകുമെന്നാണ് സൈക്കോളജിസ്റ്റൊക്കെ പറയുന്നത്. പ്രിയമുള്ളവരെ, കുടുംബത്തിനായി സമയം കണ്ടെത്താനാകാതെ പോകുന്ന ജീവിതം, അതിൽ ഒത്തിരി അപകടങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ ഒത്തിരി പ്ലാനിങ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മക്കളുടെ പഠനം മാത്രം നോക്കുമ്പോൾ അവരുടെ ആത്മീയ വളർച്ചയെക്കുറിച്ചുള്ളതായ ശ്രദ്ധ പലപ്പോഴും മങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ദൈവശബ്ദം കേൾക്കാൻ നിശബ്ദത ആവശ്യമാണ്. നിശബ്ദതയില്ലാത്ത വീടുകളിൽ ദൈവത്തിന്റെ താല്പര്യം, ദൈവനയം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒന്നാണ് ഇന്നിൻ്റെ ലോകത്തിൽ അഭയാർത്ഥിയായി മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യുന്ന, ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ഒരു യേശു കുടുംബത്തെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ നടന്ന വഴികളിലെ, കനൽ വഴികളിലെ, എത്ര പ്രയാസകരമായ വഴികളിലൂടെയാണ് അമ്മയും യോസേഫ് പിതാവും ഒക്കെ സഞ്ചരിച്ചത്. ഈ സഞ്ചാരപഥങ്ങളിലെല്ലാം അവർക്ക് ഒരു വലിയ കൃപ, ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പമുണ്ട് എന്ന് പലപ്പോഴും ഓർമ്മപ്പെടുത്തുമ്പോഴും ഒപ്പമില്ലാത്തതായ അനുഭവങ്ങളിലൂടെയാണ് ഇവരെല്ലാം കടന്നു പോകേണ്ടത്. അപ്പോഴും അവർ നിരാശപ്പെട്ടില്ല. പലപ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പകച്ചു പോകുന്നവരാണ്, അവിടെ വിശ്വാസം ചോർന്നു പോകുന്നവരാണ്. അവിടെയാണ് യോസേഫ് പിതാവും ഈ കുടുംബവും നമുക്ക് ഒത്തിരി 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 നല്ല നല്ല മാതൃകകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇന്നത്തെ വളരെ പരിചിതമായ ഒരു ചിത്രമാണ് ആനുകാലിക സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ അഭയാർത്ഥികളായി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഒക്കെ കുടിയേറി പോകുന്ന ആളുകൾ. യുദ്ധത്തിന്റെ കെടുതികളുണ്ട്, പീഡനങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, മരണമുണ്ട്. അവിടെ നിന്നെല്ലാം സേഫ് ഹെവൻ നോക്കി യാത്ര ചെയ്യുന്ന അനേകം കുടുംബങ്ങൾ, കൈക്കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് നാടുവിടുന്ന കുടുംബങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ഈ യുദ്ധം നടക്കുന്ന പാലസ്തീനിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കാണും, എല്ലാം ദേഹത്തൊക്കെ പച്ചകുത്തി വെച്ചിരിക്കുക. ഏത് സമയത്തും ചിതറിപ്പോകാവുന്ന ശരീരങ്ങളാണ്. അതുപോലെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അടയാളങ്ങളുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചറിയാനായിട്ട് സാധിക്കൂ. അങ്ങനെ
യുദ്ധവും പീഡനവും ഒക്കെ ആയി രാജ്യം വിട്ട് പോകേണ്ടി വരുന്ന, പലായനം ചെയ്യേണ്ടി വരുന്ന അനേകം കുടുംബങ്ങൾ നമുക്ക് ചുറ്റുപാടുകളിലും ഒക്കെ ഉണ്ട്. ഇന്നിപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ഈ കുടിയേറ്റക്കാർക്കെതിരെയുള്ള വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം എക്സ്റ്റെൻഡിൽ പോകാൻ നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ തടസ്സം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അപലപനീയമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ പിന്നെയും പോട്ടെ, പക്ഷെ ഇത് ക്രിസ്ത്യൻ കൺട്രീസിൽ വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലേക്ക് എന്തുകൊണ്ടാണെന്ന് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ്. അപ്പം സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും യുദ്ധങ്ങളും കെടുതികളും ഈ അഭയാർത്ഥി പ്രവാഹങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന വലിയ ദുരന്തത്തെ കുറിച്ച് സൂചിപ്പിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. തൊഴിൽ നഷ്ടപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ പോയി നാട്ടിലേക്ക് മടങ്ങിയെന്ന കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗൾഫ്, യൂറോപ്പ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധി നമ്മുടെ മൈഗ്രൻസ് ആയിട്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ടും ജോലി സംബന്ധമായിട്ട് പോയിരിക്കുന്നു അവിടെ അനുഭവിക്കുന്നു. ഞാൻ രാജ്യങ്ങളിലൊക്കെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ തൃപ്തിയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും ജീവിതം നമുക്കൊരു നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മുടെ പല കുട്ടികളും മാതാപിതാക്കളില്ലാതെ വളരുന്നവരില്ലേ? എനിക്കറിയാം പല കുട്ടികളും അവർക്ക് പേരൻസ് പലയിടത്തും ജോലിക്കൊക്കെ പോയിരിക്കുകയാണ്. ഗ്രാൻഡ് പാരൻസിന്റെ കരങ്ങളിലാണ് കുട്ടികൾ. ഗ്രാൻഡ് പാരൻസിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ നമ്മുടെ ഇപ്പോഴത്തെ കുസൃതികൾക്കൊക്കെ. കുസൃതിയും കുറുമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടിയും പലപ്പോഴും ഇന്നത്തെ ഒരു സൈബർ യുഗമാണ്. ഈ സൈബർ യുഗത്തിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് നമ്മുടെ കൈവിട്ടു പോകുന്നത്. ഞാൻ കൺഫ്രണ്ട് ചെയ്ത ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറയാം. വെളുപ്പിനെ 2 മണി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൻ, അവന്റെ മുറിയിൽ വലിയ ശബ്ദം കേട്ടു. അവന് ഗെയിം കളിച്ച് അട്ടഹസിച്ചതാ. അപ്പൊ അമ്മ പോയി വാതിലിൽ മുട്ടി. അപ്പം ഗെയിമിന്റെ അതിന്റെ ഒരു ക്ലൈമാക്സിൽ നിൽക്കുകയാണ്. ആ ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് ഒരു 5-10 പിള്ളേര് ഫ്രണ്ട്സ് ഇതിൽ ഒരുമിച്ച് വരും. സ്റ്റാർട്ടഡ് പ്ലേയിങ്. ഇത് പോകും 2-3 മണിക്കൂറൊക്കെ പോകും. അമ്മ ഓട്ടിയപ്പോഴത്തേക്ക് ഇവൻ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവന് അമ്മയെ കണ്ടിട്ട് കളി നിർത്തുന്നില്ല. അമ്മ ഇത് തിരിച്ചു വാങ്ങിച്ചു. അവൻ ഒന്നും നോക്കിയില്ല. അവനെ കളിയുടെ സ്പിരിറ്റ് ഒരൊറ്റ അടി വെച്ചിട്ട് അമ്മ കേട്ടു. അമ്മ താണ്ടെ വീട് കിടക്കും, ഷോൾഡറൊക്കെ പൊട്ടിക്കും. ദിസ് ഈസ് സംതിങ് വിച്ച് ഹാപ്പൻസ്. എനിക്ക് കൗൺസിൽ ചെയ്യേണ്ട വന്നിട്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ കുട്ടികൾക്ക് ഇതിന്റെ അഡിക്ഷൻ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഹോപ്പ് സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അത് മദ്യപാനത്തിന് വേണ്ടി മാത്രമൊന്നും ഉള്ളതല്ല. ഈ സ്ക്രീൻ അഡിക്ഷൻ വലിയൊരു പ്രശ്നമാണ്. ഗെയിംസും അതുപോലെ തന്നെ. കുട്ടികൾക്ക് ഒരു പ്രായം വരെ അവർക്ക് നിങ്ങളുടെ ഒരു മോണിറ്ററിങ്, ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഹലോ ശ്രദ്ധിക്കും, നിങ്ങളെയൊക്കെ സ്പർശിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പിള്ളേരൊക്കെ ഈ പറഞ്ഞതുപോലെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഈ മൊബൈൽ ഫോൺ കൊണ്ട് പോയിട്ട് അതിൽ ഗെയിംസ് കളിക്കും, പിന്നെ സ്ട്രേഞ്ചേഴ്സിനും ഒക്കെ ആയിട്ട് സംസാരിക്കും. അതൊക്കെ വലിയ വലിയ അപകടങ്ങളിലേക്ക് ചെന്നപ്പെടുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് എല്ലാം വീടുകളിൽ തുറന്ന് സംസാരിക്കാനും തുറന്ന് പങ്കുവെക്കാനുമുള്ള ഒരു സ്പേസ് ഇല്ലാതെ പോകുമ്പോൾ കുട്ടികൾ അവരുടെ വഴിക്ക് പോകും, മാതാപിതാക്കൾ അവരുടെ വഴിക്ക് പോകും. അവിടെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമോ ഒരു ആത്മീയതയുടെ അന്തരീക്ഷമോ ഇല്ലാതെ പോകുമ്പോൾ വരുന്ന വലിയ വലിയ കുഴപ്പങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം അഭയാർത്ഥിയായ കുടുംബത്തിന്റെ വേദനയെ പരിശുദ്ധമാക്കി എന്നുള്ളതാണ്. അതിനാൽ നമ്മുടെ കഷ്ടതകൾ ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരു തടസ്സമല്ല. ദൈവത്തിന്റെ പദ്ധതികൾ കഷ്ടതയിലൂടെ തേജസ്കരിക്കപ്പെടേണ്ടുന്ന ആത്മീയതയിൽ വളരേണ്ടുന്നവരാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. മറ്റൊരു കാര്യം, ഭയവും വിവേകവും. ഇവിടെ യോസേപ്പിന്റെ ഒരു തീരുമാനമുണ്ട്. യോസേപ്പ് ഇസ്രായേലിലേക്ക് പോകണമെന്ന സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു. അവിടെ അർക്കലാവോസ് ഭരിക്കുന്നു എന്ന് കേട്ടപ്പോൾ, ഹെരോദോസിന്റെ മകനാണ്. ഹെരോദോസിന്റെ മകന്റെ സ്വഭാവം, അപ്പന്റെ സ്വഭാവം കുറെയൊക്കെ മക്കൾക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടായിരിക്കാം യോസേപ്പ് ഒന്ന് രണ്ടാമത് ഒരു സെക്കൻഡ് തോട്ട് വന്നു. ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയാൽ പ്രശ്നമാവില്ലേ? അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വിശ്വാസക്കുറവ് കൊണ്ടല്ല, അവിടെ ഒരു വിവേകമുണ്ട്. അത് ഓരോ മനുഷ്യനും ലഭിച്ചിരിക്കുന്ന ഒന്നാണ് ഈ വിവേകം എന്ന് പറയുന്നത്. ആ വിവേകത്തിൽ നിന്നുമുള്ള ഒന്നാണ്. വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടല്ല. യോസേപ്പ് തീരുമാനിക്കുന്നു അവിടേക്ക് പോകണ്ട, അതൊരു അപകടത്തിലേക്കുള്ള ചാടലാകുമല്ലോ എന്ന് കരുതി ദൈവ നയത്തിൽ ശ്രദ്ധയോടെ മുന്നേറുന്ന യോസേപ്പിനെ നമ്മൾ കാണുന്നുണ്ട്. സ്വപ്നത്തിലൊന്ന് പറഞ്ഞുവെങ്കിൽ കൂടിയും അതിലെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഈ കുടുംബവുമായിട്ട് വീണ്ടും നസ്രയത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ കുടുംബങ്ങൾക്കുള്ളൊരു സന്ദേശമാണ് കുട്ടികളുടെ കാര്യത്തിൽ.
തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ, തൊഴിൽ മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ, വികാരപരമായ തീരുമാനങ്ങൾ പലപ്പോഴും കുടുംബത്തെ തകർത്ത് കളയുന്നതാണ്. പലപ്പോഴും നമ്മളൊരു ഇമോഷണൽ ഇന്റലിജൻസ് പലപ്പോഴും ഉണ്ടാകാതെ പോകുന്നത് കൊണ്ട് പല ദുരന്തങ്ങളും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഉണ്ടാകാറുണ്ട്. അതൊക്കെ വികാരപരമായി തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടും ശബ്ദാനമായ ഒരു അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകുന്നതുകൊണ്ട് അതൊക്കെ ആരും ഇഷ്ടപ്പെടുന്ന ഒന്നൊന്നുമല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഐ ഡോണ്ട് ടീച്ച് മൈ ചിൽഡ്രൻ, ഐ ക്രിയേറ്റ് അറ്റ്മോസ്ഫിയർ ഫോർ ദം ടു ലേൺ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബ അന്തരീക്ഷം നന്നായിരിക്കുക, കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് ഒരുമിച്ചിരിക്കുവാൻ, ഒരു അല്പസമയം ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിരിക്കുവാൻ, ഒരു ദിവസം കണ്ട കാഴ്ചകൾ, അതുപോലെ തന്നെ കാണാൻ പാടില്ലാത്തത് കണ്ട കാഴ്ചകൾ, കാണാൻ പാടില്ലാത്ത ആൾക്കാരുമായി കണ്ടുമുട്ടിയ കാര്യം, ഇതെല്ലാം തുറന്ന് സംസാരിക്കാനുള്ള ഒരു കുടുംബ വേദി, കുടുംബാന്തരീക്ഷം ഉണ്ടാകേണ്ടുന്നത് ഇന്നിന്റെ സൈബർ യുഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രായപൂർത്തിയാവുന്നത് വരെ അവർക്ക് തോന്നിയതുപോലെ സ്വാതന്ത്ര്യം അവർക്ക് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അത് പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. പല പേരൻസും they are helpless. അപ്പോൾ അവസാനം ടീച്ചർമാരെയും സ്കൂളിലും ഒക്കെയാണ് പലപ്പോഴും പാരൻസൊക്കെ ആശ്രയിക്കുന്നത്. പാരൻസിനൊന്നും കണ്ടുപിടിച്ച് പറയാൻ പോലും പേടിയാണ്. ഇപ്പോൾ വന്ന് സ്കൂളുകളിലുമൊക്കെ അവർക്കും പേടിയാണ്. ബോംബെയിലെ കാര്യം എനിക്കറിയാം. ഞാൻ കുറച്ചുകൂടെ കൂടി ഈ കേരള കോണ്ടസ്റ്റിലാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ കുറച്ചുകൂടെ കൂടി ഒരു ബെറ്റർ അറ്റ്മോസ്ഫിയർ ആയിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ നസ്രത്തിലേക്കുള്ള പോക്ക്, നസ്രത്ത് ഒരു ചെറിയ ഒരു ഇടം മാത്രമാണ്. വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലങ്ങളൊന്നുമല്ല. അവിടെ ഒരു മരപ്പണിക്കാരൻ, ഒരു കാർപ്പൻറ്റർ, അദ്ദേഹത്തിൻ്റെ ആ പണിശാലയിൽ അപ്പനോടൊപ്പം ആ കാർപ്പൻട്രി വർക്കിൽ സഹായിക്കുന്ന തിരുകുടുംബത്തിലെ ഒരു യേശു പൈതലിനെ, ഒരു യുവാവായ യേശുവിനെയൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അമ്മയെ അടുക്കള കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന ഒരു മകൻ. ഇന്നൊക്കെ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതിൽ അവർക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകണം, അങ്ങനെ ഒരു താല്പര്യം അവർക്കുണ്ടാകണം. അങ്ങനെ വളരുമ്പോഴാണ് കുട്ടികൾക്ക് അനുദിനമുള്ള ജീവിതത്തിന്റെ എല്ലാ ഭാവങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇഷ്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓമനിച്ച് വളർത്തുക എന്ന് പറയുന്നതിന് പല കാര്യങ്ങളും ഉണ്ട്. അവർക്ക് ചോദിക്കുന്നതെല്ലാം കൊടുത്ത് സന്തോഷിപ്പിക്കൊണ്ട് മാത്രമായില്ല. യഥാർത്ഥ ജീവിതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള അനുഭവ തലങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ആ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് എന്താ സംഭവിക്കുന്നത്? മറ്റുള്ളവരെക്കാൾ മുൻപിലാവുക എന്നാണ് നമ്മളെല്ലാം പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഏറ്റവും മുന്നിലായിരിക്കണം, ക്ലാസ്സിൽ ഒന്നാമനായിരിക്കണം, മാർക്ക് ഏറ്റവും കൂടുതൽ വാങ്ങിക്കണം, റാങ്ക് വാങ്ങിക്കണം, മുന്നിലാവുക എന്നുള്ളതാണ്. ഞാനവിടെ പെട്ടെന്ന് ഓർത്ത് പോയ ഒരു ഞാൻ 1-2 സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. ഇറാനിയൻ മൂവിയാണ്. അതിൽ ഒരു 2 പിള്ളേരുണ്ട്, ഒരു കുടുംബത്തിലെ സഹോദരങ്ങളാണ്. അപ്പം 2 പേർ സ്കൂളിൽ പഠിക്കുന്നവരാണ്. വളരെ ദാരിദ്ര്യമുള്ള ഒരു വീടാണ്. ഇറാനിയൻ കഥയാണ്. അപ്പം ശൈത്യ മേഖലയാണ്. അവൻ്റെ പെങ്ങൾക്ക് ഷൂസ് ഇല്ല സ്കൂളിൽ പോകാൻ, ഒരു കീറി പറഞ്ഞ ഷൂസേ ഉള്ളൂ. അപ്പം അവരുടെ വലിയൊരു പ്രാർത്ഥനയാണ് എൻ്റെ അനുജത്തിക്ക് ഒരു ഷൂസ് വാങ്ങിച്ചു കൊടുക്കണം. അവർക്ക് യാതൊരു നിവൃത്തിയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഓട്ട മത്സരം വന്നു സ്കൂളിൽ. ഓട്ട മത്സരത്തിൽ 2-3 സമ്മാനങ്ങളുണ്ട്. 3ാമത്തെ സമ്മാനം ഷൂസാണ്. ഇവൻ ഈ ഓട്ട മത്സരത്തിന് ചേർന്നു. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കാം. ഓട്ട മത്സരത്തിന് ചേർന്നു. അവൻ ചേർന്ന് 1ാമനാകാനല്ല, ഈ ജോയിന്റ് കോമ്പറ്റീഷൻ just to finish 3rd and get the prize, that pair of shoes for your sister. അതിനുവേണ്ടി ചേർന്നതാണ്. അവൻ ഓടുമ്പോഴൊക്കെ പുറകോട് തിരിഞ്ഞ് ഞാൻ 3ാമനാണെന്ന് അറിയാനായിട്ട് തിരിഞ്ഞു നോക്കും. അവൻ ഓടി അവസാനം അവൻ തളർന്ന് ഫിനിഷിംഗ് പോയിന്റിൽ വന്ന് വീണു. അവൻ്റെ ടീച്ചേഴ്സും എല്ലാവരും ചുറ്റും കൂടി അവന് ബോധം കിട്ടുകയാണ്. അവനെ എഴുന്നേപ്പിച്ചു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, am I third? I finished third or not? Third. അപ്പോൾ അവൻ വലിയ ആകാംക്ഷ, ഞാൻ മൂന്നാമനായിട്ടാണോ ഫിനിഷ് ചെയ്തെന്ന് ചോദിച്ചു. ഇവരെല്ലാവരും സന്തോഷം, നീ 1ാമനായിട്ടാണ് ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞു. അവിടെയാണ് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് വരുന്നത്. അവൻ സന്തോഷിച്ചില്ല. ഇത് വലിയൊരു സന്ദേശം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വി ആർ റണ്ണിങ്, നമ്മളിങ്ങനെ ഓടുകയാണ് 1ാമനാവാനായിട്ട്. പക്ഷേങ്കിൽ അതിലപ്പുറമായിട്ട് ഉള്ള നമുക്ക് ചില സന്ദേശങ്ങൾ ഈ ഓടുന്ന പയ്യൻ നമുക്ക് പറഞ്ഞു തരുന്നു. മറ്റുള്ളവരെക്കാൾ മുൻപിലാവുക എന്നുള്ളതല്ല, പക്ഷെ ക്രിസ്തീയ കുടുംബം ദൈവത്തിന്റെ മുമ്പിൽ ശരിയാവുക, ദൈവത്തിന്റെ മുമ്പിൽ ശക്തരാവുക,
ദൈവത്തിന് മുന്നിൽ വിശ്വസ്തരാവുക, ദൈവത്തിന് മുമ്പിൽ നിശബ്ദരാവുക. ആ നിശബ്ദതയിൽ നിന്നും ദൈവശബ്ദം കേട്ട് മുന്നേറുവാനുള്ള ഊർജം ലഭിച്ചുകൊണ്ട് യാത്ര ചെയ്യുക, വിശ്വാസ വഴികളിലൂടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവർ, ഇന്നത്തെ കുടുംബങ്ങൾക്കുള്ള ഒരു ചോദ്യം, കുട്ടികൾ വളരുന്നത് എവിടെയാണ്? കുട്ടികൾ വളരുന്നത് അവരുടെ സമയം, സ്ക്രീൻ ടൈമിംഗ്. എന്തെങ്കിലും സ്ക്രീൻ ടൈമിങ്ങിലൊക്കെ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ടോ? അങ്ങനെ വെക്കാൻ സാധിക്കുന്നുണ്ടോ? ആർക്കും ഇന്ന് വലിയ റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു ഇടമായിട്ട് ഈ സ്ക്രീൻ, മൊബൈലും അതുപോലെ തന്നെ ഇതൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെയുള്ള ഈ സ്ക്രീൻ ടൈമിംഗ് പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളിൽ വലിയ വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ക്രിമിനൽ മെന്റാലിറ്റി, തോക്ക് ഇഷ്ടപ്പെടുക, ബ്ലഡ് ഇഷ്ടപ്പെടുക, വയലൻസ് ഇഷ്ടപ്പെടുക. ഗെയിംസ് ആണെങ്കിൽ കൂടി വയലൻസ് ഉള്ള ഗെയിംസ് ആണ് ഇഷ്ടം. അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി വളർന്നു വരുന്നുണ്ട്. വലിയ സെലിബ്രിറ്റികളിലേക്ക് ഇപ്പം ക്രൈം മൂവീസ് ആണ് അവർക്ക് ഇഷ്ടം. കാരണം അതിന് മാത്രമേ വ്യൂവേഴ്സ് ഉള്ളൂ. കുടുംബ പശ്ചാത്തലം, കുടുംബ മൂല്യങ്ങളുമുള്ള ചിത്രങ്ങൾക്കൊന്നും ഇന്ന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും തോക്കെടുക്കാനും കൊല്ലാനും മൊത്തം വെട്ടി അരിയാനും ഒന്നും മടിയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു സംസ്കാരത്തിന്റെ മാറ്റത്തിന്റെ ഭാഗമാണ്. അതെല്ലാം ഈ വരുന്നതായ ഈ സൈബർ യുഗത്തിൽ വരുന്നതായ ഈ കുട്ടികളൊക്കെ കാണുന്ന, മൊബൈലിൽ കാണുന്ന അല്ലെങ്കിൽ അവരുടെ ലാപ്ടോപ്പിൽ കാണുന്ന ഗെയിംസിലൂടെയുള്ള വരുന്ന അഡിക്ഷനാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹമായി ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. അസഹിഷ്ണുതയാണ്, ഒട്ടും സഹിഷ്ണുത. പെട്ടെന്ന് ദേഷ്യം വരും, എന്തും ചെയ്യും, ആരെയും എന്തും ചെയ്യും. അപ്പനോ അമ്മയോ ഒന്നും നോട്ടമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു വലിയ ഒരു ടെൻഡൻസി, ഒരു ബിഹേവിയർ പ്രോബ്ലം വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ വി ഹാവ് ടു ഗോ ബാക്ക് ടു ദ കുടുംബ പ്രാർത്ഥനകളും കുടുംബത്തിലെ ആരാധനകൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഗാർഹിക ചർച്ച്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അടിത്തറയായി, ദൈവരാജ്യ മൂല്യങ്ങൾ അടിത്തറയായിട്ട് ഒരു കുടുംബത്തിന്റെ കാര്യമാണ് നാം സംസാരിക്കുന്നത്. അവിടം പ്രാർത്ഥനാലയമായി, പ്രാർത്ഥനയുടെ ശബ്ദമുയരുന്ന ഇടങ്ങളായിട്ട് മാറാനായിട്ട് സാധിക്കണം. അരമണിക്കൂർ ഒരുമിച്ചിരുന്ന് കുട്ടികളുമായിട്ട് സംവദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഈ സാധനമൊക്കെ ഒന്ന് മാറ്റിവെക്കുവാനോ പല കുടുംബങ്ങളിലും സാധിക്കുന്നുണ്ടെന്ന് സംശയമുണ്ട്. അവിടെ നമ്മളൊരു വിചിന്തനം ആവശ്യമാണ്. പ്രിയമുള്ളവർ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുടുംബങ്ങൾ, ഓരോരുത്തരും ഓരോ സ്ക്രീനിൽ അവരുടെ കണ്ണും നട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. കണ്ണിനോട് കണ്ണ് സംവദിക്കുന്നില്ല ഇന്നാരും മുഖത്തേക്ക് നോക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ കുമ്പിട്ട് കുനിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇവിടെ പഴയകാല ശീലത്തിലേക്ക് നമുക്ക് മാറാനായിട്ട് അല്പമെങ്കിലും സാധിക്കണമെന്ന് തിരുക്കുടുംബം നമ്മെ പഠിപ്പിക്കുന്നു. ആത്മീയമായ ശൂന്യതയാണ്. ആ ശൂന്യത മാറണമെങ്കിൽ കുടുംബ പ്രാർത്ഥനകളും കുടുംബ ആരാധനകളും ഒരുമിച്ചുള്ളതായ സംവദിക്കലും ഒക്കെ കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവർ, ഈ അനുഗ്രഹീത ദിനം യേശു ഒരു കുടുംബത്തിലൂടെ വളർന്നു വരുന്ന ആ ഒരു അനുഭവവും അതുപോലെ തന്നെ ദൈവത്തിന്റെ രക്ഷാ പദ്ധതി കുടുംബ ജീവിതത്തിലൂടെയാണ് വെളിപ്പെടുത്തി തരുന്നത് എന്നുള്ളതായ ബോധ്യപ്പെടലും ഒക്കെ നമ്മെ എല്ലാവരെയും ഒരു കുടുംബം എന്നുള്ളത്, ഓരോ കുടുംബങ്ങൾ എന്നുള്ള നിലയിൽ കൂടുതൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. പ്രിയമുള്ളവർ, ദൈവവചനം കേൾക്കുന്ന കുടുംബങ്ങളാകട്ടെ, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബങ്ങളാകട്ടെ, സ്നേഹത്തിലും ക്ഷമയിലും വളരുന്ന കുടുംബങ്ങളാകട്ടെ, നസ്രത്ത് പോലുള്ള ലളിതമായ കുടുംബങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ, ദൈവത്തിന്റെ വലിയ ചിന്തകൾ, ദൈവത്തിന്റെ വലിയ ആലോചനകൾ ഉയർന്നു വരട്ടെ, ഉദിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നസ്രത്തിലെ കുടുംബത്തിൽ പ്രാർത്ഥനയും പരിശ്രമവും വിജയവും സ്നേഹവും ഒക്കെ നിറഞ്ഞു തുളുമ്പുന്നത് പോലെ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളെ നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്താനായിട്ട് ഈ പരിശുദ്ധനായ യോസേഫ് പിതാവ്, നീതിമാനായ യോസേഫ് പിതാവിന്റെ ആ നിശബ്ദതയിൽ ദൈവത്തോട് സംസാരിച്ച് ദൈവിക പദ്ധതിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഒരു കുടുംബത്തെ മുന്നോട്ട് നയിച്ചതുപോലെ കഷ്ടപ്പാടിലും ത്യാഗത്തിലൂടെയും എപ്പോഴും ദൈവം കൂടെയുണ്ട് എന്നുള്ളതായ ബോധ്യത്തിൽ അടിപതരാതെ ഒരിക്കൽ പോലും പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് യാത്ര ചെയ്തതുപോലെ ചെയ്യുവാൻ, നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ, ഇസ്രായേലിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അപകടം മണത്തൊരഞ്ഞുകൊണ്ട് അദ്ദേഹം നസ്രത്തിൽ എളിയ ഭവനത്തിൽ പോയി പാർക്കുന്നതും തൻ്റെ പണിശാലയിലേക്ക് തിരികെ പോകുന്നതും ഒക്കെ നമുക്ക് തരുന്ന വലിയ പാഠങ്ങളൊക്കെ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ലാളിത്യവും സ്നേഹവും കരുതലും സംരക്ഷണവും ഒക്കെയുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും. ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഒട്ടും തന്നെ ചോർന്നു പോകാതെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ
ആരാധന കൂട്ടായ്മകളും നമ്മുടെ വിശ്വാസ ജീവിതവും ഒക്കെ അതിന് നിങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.